ഹലോ നമസ്കാരം. രഞ്ജിത്ത് അനുഭവങ്ങൾ പാളിച്ചകളിലേക്ക് സ്വാഗതം. അനുഭവങ്ങൾ പാളിച്ചകളിൽ ഇത്തവണ ഒരു കൺസ്ട്രക്ഷൻ ടീമിൻ്റെ ഒരു കഥയാണ്. ഈ ഒരു ചെറിയൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ഈ കൺസ്ട്രക്ഷൻ കമ്പനി കുറച്ച് നാളുകൾക്ക് മുമ്പാണ് എന്നെ സമീപിച്ചത്. അവർക്ക് സെയിൽസ് പ്രോപ്പർ ആവുന്നില്ല. കാരണം അവർക്ക് കുറേ വില്ല പ്രൊജക്റ്റുകളും ഒരു ചെറിയ ഫ്ലാറ്റിൻ്റെ പ്രൊജക്റ്റും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് പ്രോപ്പറായിട്ട് അവർക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. എനിക്ക് തോന്നുന്നത് പല ആളുകളുടെയും, ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഏരിയയിൽ മാത്രമല്ല, പല ആളുകളുടെയും വലിയൊരു പ്രശ്നമാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആളുകൾ ചെന്നെത്തുന്നത് അൾട്ടിമേറ്റ്ലി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്കാണ്. അപ്പോൾ പല ആളുകളും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വേണ്ടി ഏജൻസികളെ സമീപിക്കുന്നുണ്ട്. ഏജൻസികൾ പല രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഇനിയുള്ള കാലഘട്ടത്തിൽ നടക്കുകയുള്ളൂ. US-ലും UK-ലും ഒക്കെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മാത്രമായി മാറിക്കഴിഞ്ഞു ഏകദേശം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എങ്ങനെയാണ് ഒരു നല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിനെ സമീപിക്കേണ്ടത് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഇവരെന്നെ വിളിച്ചതിന് ശേഷം ഇവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു 3-4 ഏജൻസികളെ മാറി മാറി സമീപിച്ചു. പല ആളുകളും ഞങ്ങളുടെ അടുത്ത് വലിയ മോഹന വാഗ്ദാനങ്ങൾ നൽകി, ഇഷ്ടം പോലെ ലീഡുകൾ തരാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീഡിയോ ഒക്കെ എടുത്തു, ഞങ്ങളുടെ ചെറിയ ലീഫ്ലെറ്റുകളൊക്കെ അവർ മാക്സിമം പോസ്റ്ററുകളൊക്കെ പ്രൊമോട്ട് ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് വരുന്ന ലീഡുകളെല്ലാം തന്നെ 50-100 ലീഡൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ പലതും വിളിച്ചു നോക്കുന്ന സമയത്ത് അവർ കേട്ടിട്ട് പോലും ഇല്ലാത്ത തരത്തിലാണ് സംസാരിക്കുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഒരു 50 ലീഡ് വിളിക്കുമ്പോൾ പോലും ഒരു പോസിറ്റീവായിട്ടുള്ള ലീഡ് കിട്ടാത്ത അവസ്ഥയിലേക്കാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസികൾ ലീഡുകൾ തരുന്നത്. യാതൊരു പ്രയോജനവും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് ഉണ്ടാവുന്നില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. സാറിന് ഒരു നല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയെ നിർദ്ദേശിക്കാമോ? അല്ലെങ്കിൽ എന്താണ് ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഞങ്ങൾക്ക് ഇന്റേണലി ഒരു ടീമിനെ ഉണ്ടാക്കാൻ സാധിക്കുമോ? ഇതൊക്കെയായിരുന്നു ചോദ്യങ്ങൾ. തീർച്ചയായിട്ടും അതിൽ വർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. കാരണം എന്താ വെച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേണമെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ നല്ല ഒരു ഏജൻസിയെ വെച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു വലിയ ചതിക്കുഴിയിൽ നമ്മൾ അകപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ 2 വർഷമായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്ന, പ്രൊജക്റ്റുകൾ ക്ലോസ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഒരു വളരെ ദയനീയമായിട്ടുള്ള ഒരു കഥയാണ് നമ്മൾ കേട്ടത്. അതിൽ ആക്ച്വലി നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്തു. നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് പ്രോപ്പറായിട്ടുള്ളൊരു ഫ്രെയിം വർക്ക് ഉണ്ടായി. അത് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആളുകളെ കൊണ്ട് കണക്ട് ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായിട്ട് അവരിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ഏകദേശം ഒരു 10-12ഓളം വില്ലകൾ അത് ബേസ് ചെയ്ത് വിൽക്കാൻ സാധിച്ചു. അതിൻ്റെ ഒപ്പം തന്നെ ഫ്ലാറ്റിലെ ഒരു അപ്പാർട്ട്മെൻറ്റാണ്, ചെറിയൊരു ഫ്ലാറ്റാണ്, അതിനകത്ത് കുറച്ച് ഫ്ലാറ്റുകളും അവർ വിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു. തീർച്ചയായിട്ടും വലിയ മാറ്റമാണ് അവരുടെ ബിസിനസ്സിനകത്ത് ഉണ്ടായിരിക്കുന്നത്. അപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ, ഫോക്കസ്ഡ് ആയിട്ടുള്ള ചില സ്റ്റെപ്സുകളിലൂടെ പോയാൽ മാത്രമേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എഫക്റ്റീവാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ഞാൻ അവർക്ക് നിർദ്ദേശിച്ചത്, എങ്ങനെയാണ് ഈ മാറ്റം ഉണ്ടായത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഏറ്റവും ആദ്യത്തെ കാര്യം, നമ്മുടെ ബിസിനസ് ഗോൾസ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്, നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ്, എത്രമാത്രം സാമ്പത്തിക ശേഷിയുള്ള ആളുകളാണ് നമ്മളുടെ വില്ലകൾ വാങ്ങാൻ സാധിക്കുക, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആളുകളാണ്, എന്ത് ജോലി ചെയ്യുന്ന ആളുകളാണ്, എന്ത് പ്രൊഫൈലുള്ള ആളുകളാണ്, ഏത് സ്ഥലത്ത് താമസിക്കുന്ന ആളുകളാണ്, എത്ര നാരോ ഡൗൺ ചെയ്ത് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നുവോ അത്രയും നല്ലതാണ്. അപ്പോൾ ഈ വ്യക്തത ക്ലയൻറ്റിന് തന്നെ ഉണ്ടാകണം എന്നുള്ളതാണ്. പലപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസീസ് ആണ് ടാർഗറ്റ് ഓഡിയൻസിനെയൊക്കെ നിശ്ചയിക്കുന്നത്. അത് ചിലപ്പോൾ പലപ്പോഴും തെറ്റിപ്പോവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങളുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ആക്ച്വലി മേടിക്കാൻ സാധ്യതയുള്ളത് ആരാണ്, അതിന് കഴിവുള്ളത് ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവണം. മാത്രമല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എക്സാക്ട്ലി? നിങ്ങളുടെ ബ്രാൻഡിൻ്റെ ഒരു പ്രൊമോഷൻ മാത്രമാണോ, അപ്പോൾ തന്നെ സെയിൽ ഉണ്ടാക്കാനാണോ, അതൊരു എൻക്വയറി ജനറേറ്റ് ചെയ്യാനാണോ, എന്തിനു വേണ്ടിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചും വ്യക്തത ഉണ്ടായിരിക്കണം. അപ്പോൾ എന്താ വേണ്ടത്? ആദ്യം നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവണം. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ കഴിഞ്ഞൊരു 2-3 തവണ ചെയ്തപ്പോഴും ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞു കൊടുക്കുന്ന ആർക്ക് വേണമെങ്കിലും മേടിക്കാമല്ലോ. കാരണം എന്താ വെച്ചാൽ ഇവരുടെ വില്ലാസ് എന്ന് പറയുന്നത് ഏകദേശം 40 ലക്ഷം മുതൽ 60 ലക്ഷം രൂപ വരെ വരുന്ന അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള മീഡിയം ലെവൽ ആളുകൾക്കുള്ള മിഡിൽ ക്ലാസ്സിന് വേണ്ടിയുള്ള വില്ലാസാണ്. അപ്പോൾ ഇവർ പറയുന്നത് ആർക്ക് വേണമെങ്കിൽ മേടിക്കാം എന്നുള്ളതാണ്. മിഡിൽ ക്ലാസ് എന്നൊക്കെ പറഞ്ഞങ്ങൊഴിയാണ്. അപ്പോൾ ഏത് സ്ഥലത്തുള്ള, ഏത് തരത്തിലുള്ള ജോലി ചെയ്യുന്ന, അങ്ങനെ എത്രയും നമുക്കതിനെ ചെറുതാക്കി ടാർഗറ്റ് ചെയ്യാൻ സാധിക്കുന്നു അത്രയും നല്ലതാണ്. കാരണം ക്വാളിറ്റി ആയിട്ടുള്ള ആളുകളിലേക്ക് മാത്രമായിട്ട് നമ്മുടെ പ്രൊമോഷൻ പോകുമെന്നുള്ളതാണ് മെച്ചം. അതുപോലെ തന്നെ അപ്പോൾ തന്നെ സെയിൽസ് നടക്കുമോ എന്നുള്ളതാണ്.
അതായത് ഒരു വില്ല അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ 50 ലക്ഷം 60 ലക്ഷം ഒക്കെ മുടക്കേണ്ട ഒരു സാധനമാണ്. ഒരൊറ്റ ക്ലിക്കിൽ എന്തായാലും ഒരാളും പർച്ചേസ് ചെയ്യാൻ പോകുന്നില്ല അല്ലേ. ചിലപ്പോൾ പല സ്റ്റേജുകളിലൂടെ ക്ലോസിങ്ങുകളിലൂടെയൊക്കെ കടന്നു പോയിട്ട് വേണ്ടി വരും ക്ലോസ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്താ വേണ്ടത്? നമുക്കൊരു ക്യൂരിയോസിറ്റി ജനിപ്പിക്കുകയും ഒരു എൻക്വയറി ഇടാനുള്ള ഒരു ഫീൽ അവരിൽ ഉണ്ടാക്കുകയുമാണ് ആ പ്രൊമോഷനിൽ അപ്പോൾ ആക്ച്വലി ആവശ്യമായിട്ടുള്ളത്. അപ്പം നമ്മളുടെ ഗോൾ എന്താണോ അതിനെ ബേസ് ആയിട്ടായിരിക്കണം നമ്മുടെ ആ പ്രൊമോഷൻ വർക്കൗട്ട് ചെയ്യേണ്ടത്. ആ ഗോളിനകത്ത് ഡിഫറൻസ് വന്നാൽ പ്രൊമോഷൻ പാളിപ്പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ ടാർഗറ്റിനെ തീരുമാനിക്കുന്നതിലും ബിസിനസ് ഗോൾ ഡിഫൈൻ ചെയ്യുന്നതിലും സത്യം പറഞ്ഞാൽ വലിയ പരാജയമായിരുന്നു കഴിഞ്ഞ 3 ഏജൻസികളും ഇവരുടെ ഭാഗത്തുണ്ടായത്. ക്ലയൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ്. ഇത് രണ്ടും കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ വിജയകരമാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ സർവീസസ് ആണ് അവൈൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാവും, പക്ഷേ വെബ്സൈറ്റുകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കഷ്ടമാണ്. നമ്മുടെ മിക്കവാറും വെബ്സൈറ്റുകളൊന്നും തന്നെ ഫങ്ഷണൽ ആയിട്ടുള്ള വെബ്സൈറ്റുകളല്ല, വെറുതെ പേരിനൊരു വെബ്സൈറ്റ് ഉണ്ടാവും എന്നുള്ളത് മാത്രം. പലപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വെബ്സൈറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ മാറിപ്പോയി ലാൻഡിംഗ് പേജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്കൊക്കെ വന്നു കഴിഞ്ഞു. കാരണം നമുക്ക് ഫങ്ഷണൽ ആയിട്ട് ഡാറ്റ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന പേജുകളാണ് നമുക്ക് ആവശ്യമുള്ളത്, റാദർ ദാൻ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു വെബ്സൈറ്റിനേക്കാളും. അപ്പോൾ വളരെ സ്പെസിഫിക് ആയി വളരെ ഫോക്കസ്ഡ് ആയിട്ട് നമ്മുടെ ഡാറ്റ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ലാൻഡിംഗ് പേജുകളുടെ സ്റ്റൈലിലേക്ക് വെബ്സൈറ്റുകൾ മാറേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ സർവീസ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിനകത്ത് തന്നെ ചിലപ്പോൾ ഓട്ടോമേറ്റഡ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് കിട്ടാൻ പറ്റുന്ന തരത്തിലുള്ള വാട്സപ്പ് ബട്ടണുകളോ മെസ്സഞ്ചർ ബട്ടണുകളോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. ഒറ്റ ക്ലിക്കിൽ തന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് പോകും. വാട്സപ്പിലേക്ക് മെസ്സേജ് പോയാൽ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഇവരുടെയൊക്കെ വാട്സപ്പിൽ എങ്ങനെ വെച്ചാൽ വാട്സപ്പിലേക്ക് മെസ്സേജ് വരും, പക്ഷേ യാതൊരു തരത്തിലുള്ള റെസ്പോൺസും പിന്നെ ഇല്ല. ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് അവർ വിളിക്കുന്നത്. അപ്പോഴേക്കും ഈ ലീഡ് കോൾഡ് ആയിട്ടുണ്ടാവും. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ എന്താ വേണ്ടത്? വാട്സപ്പ് ചാറ്റ് ബോട്ടുകൾ വേണമെങ്കിൽ നമുക്കതിലേക്ക് കണക്ട് ചെയ്യാം. ചാറ്റ് ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അവർക്ക് ആ ജേണിയിലൂടെ പോകാൻ പറ്റുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കൊണ്ടുവരാൻ കഴിയണം. അപ്പോൾ വെറുതെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനെല്ലാം കണക്ട് ചെയ്യുമ്പോഴാണ് അത് എക്സൈറ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ലാൻഡിംഗ് പേജിൽ നിന്നോ വെബ്സൈറ്റിൽ നിന്നോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ആ ഡാറ്റ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വാട്സപ്പിലേക്കോ നിങ്ങളുടെ ഒരു ചാറ്റ് മെസ്സഞ്ചറിലേക്കോ ഒക്കെ കണക്ട് ചെയ്ത് അതിലൊരു ബോട്ട് വർക്ക് ചെയ്യിപ്പിക്കാം. അതിൻ്റെ ഒപ്പം തന്നെ പല ആളുകളുടെയും ധാരണ സോഷ്യൽ മീഡിയ മാത്രമാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നാണ്. സോഷ്യൽ മീഡിയ മാത്രമല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളതാണ് സത്യം. ഫേസ്ബുക്ക് മാത്രമൊന്നുമില്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഈ ഫേസ്ബുക്കും വാട്സാപ്പ് ആയതുകൊണ്ട് ഇത് മാത്രമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ധാരണയുണ്ട്. അങ്ങനെയല്ല. അതിൽ ശരിക്കും കോണ്ടന്റ് മാർക്കറ്റിംഗ് ഉണ്ട്. അതായത് നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സെർച്ചബിൾ ആവുള്ളൂ. പ്യുവർ ആയിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ള കണ്ടന്റ് ആണെങ്കിലാണ് കറക്റ്റായിട്ട് സെർച്ച് ചെയ്തിട്ട് നമുക്കത് എടുക്കാൻ സാധിക്കുക. വെബ്സൈറ്റിനകത്ത് ഉപയോഗിക്കുന്ന കണ്ടന്റിനും പ്രത്യേകതയുണ്ട്. ഈ കണ്ടന്റ് അത്രയ്ക്കും ഒറിജിനൽ അല്ലെങ്കിൽ എന്തുണ്ടാവുക, അപ്പോൾ പല സംഭവങ്ങളിലുണ്ടെങ്കിൽ ഇത് സെർച്ചബിൾ ആവില്ല. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് SEO ചെയ്യുക, SEM ചെയ്യുക എന്നുള്ളത്. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. നമ്മുടെ സെർച്ച് എഞ്ചിനെ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, കീവേഡുകൾ വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വെബ്സൈറ്റോ പോർട്ടലോ ഒക്കെ ആദ്യം തന്നെ ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സംവിധാനമാണ്. അപ്പോൾ SEO ചെയ്യേണ്ടി വരും, SEM ചെയ്യേണ്ടി വരും, പേപ്പർ ക്ലിക്ക് എന്ന് പറയുന്ന രീതിയിലേക്ക് നമുക്കിതിനെ സെറ്റപ്പ് ചെയ്യേണ്ടി വരും, ഗൂഗിൾ ആഡ്സെൻസുകൾ സെറ്റപ്പ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം കണക്ട് ചെയ്യണം. കോണ്ടന്റ് മാർക്കറ്റിംഗ് കണക്ട് ചെയ്യാൻ. കോണ്ടന്റ് എങ്ങനെയാണ്? പലപ്പോഴും നമ്മുടെ വെബ്സൈറ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്കൊക്കെ തരാറുണ്ട്. വേർഡ് പ്രസ്സിൽ ഒരു ബ്ലോഗൊക്കെ സെറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. പക്ഷേ ഈ ബ്ലോഗ് മാനേജ് ചെയ്യുന്ന എത്ര പേരുണ്ട്? ഫേസ്ബുക്കിലാവട്ടെ, ഇൻസ്റ്റയിലാവട്ടെ, യൂട്യൂബിലാവട്ടെ കോണ്ടന്റ് കറക്റ്റായിട്ട് മാനേജ് ചെയ്യുന്ന എത്ര പേരുണ്ട്? അപ്പോൾ ഇതൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള പരിപാടിയാണ്. ഒറ്റയടിക്കൊന്നും നടക്കാൻ പോകുന്നില്ല. കണ്ടിന്യൂസ് എഫർട്ടാണ്. എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും എന്നുള്ള രീതിയിൽ കറക്റ്റ് ഫ്രീക്വൻസിയിൽ കറക്റ്റ് പീരിയഡിൽ ഇത് ചെയ്തുകൊണ്ടേയിരുന്നാലാണ് ഈ സാധനം വർക്കാവുക. അല്ലെങ്കിൽ ഇത് വർക്കാവാൻ പോകുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് മാനേജ്മെൻറ്റ് ആവശ്യമാണ്. പേപ്പർ ക്ലിക്കിൻ്റെ സ്ട്രാറ്റജീസ് ആവശ്യമാണ്. ഗൂഗിൾ ആഡ്സെൻസ് പോലുള്ള കാര്യങ്ങൾ ഇതിലേക്ക് ലിങ്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആവശ്യമാണ്. ഒപ്പം SEO SEM ആയിട്ട് ഇതിനെ കണക്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. വാട്സാപ്പുമായിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റണം. ചാറ്റ് ബോട്ടുകൾ അടക്കമുണ്ടാകണം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഈ പ്രോസസ്സ് ഓട്ടോമേറ്റഡ് ആവും. ഒപ്പം തന്നെ എന്താണ്, ബാക്ക് എൻഡിൽ നമുക്കൊരു CRM കസ്റ്റമർ റിലേഷൻസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ഇതും കൂടെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു. അപ്പോൾ ബാക്ക് എൻഡിൽ ഒരു കസ്റ്റമർ റിലേഷൻ സോഫ്റ്റ്വെയർ, ഫ്രണ്ടിലൊരു സെയിൽസ് ഫണൽ, ഒപ്പം തന്നെ ഈ പറയുന്ന കംപ്ലീറ്റ് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി. യെസ്, തീർച്ചയായിട്ടും മുൻപ് അവർ ചിലവാക്കിയിരുന്നതിൽ നിന്നും ഏകദേശം 30% കൂടുതൽ പൈസ അവർക്ക് ചിലവാക്കേണ്ടി വന്നു.
പക്ഷേ മുൻപ് ഒരെണ്ണം പോലും ക്ലോസ് ചെയ്യാൻ പറ്റാതിരുന്ന സ്ഥലത്ത് അവർക്ക് ഏകദേശം ആ ഒരു സമയത്തിനുള്ളിൽ ഏകദേശം ഒരു 2 മാസത്തിനുള്ളിൽ 5 വില്ല പ്രൊജക്റ്റുകൾ അവർക്ക് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു. ആദ്യം അവർ ഏകദേശം ഒരു 8 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് പോലും ഒരൊറ്റ പ്രൊജക്റ്റ് പോലും ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് കാരണം ഫോക്കസ്ഡ് ആയിട്ടുള്ള അറ്റംപ്റ്റ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് ലീഡ്സ് കളക്ട് ചെയ്യുന്നുണ്ട്. ഈ ലീഡ്സൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇതിനെ നമുക്കൊരു കമ്മ്യൂണിറ്റി ആയിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കണം. ഒരു ഓൺലൈൻ കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കണം. ഈ ഓൺലൈൻ കമ്മ്യൂണിറ്റിയിലേക്ക് നമുക്ക് സ്ഥിരമായിട്ട് കോണ്ടന്റ് പുഷ് ചെയ്യാനായിട്ട് സാധിക്കണം. ഈ ആളുകളെ കൂടെ നിർത്താൻ സാധിക്കണം. അപ്പോൾ 99% ആളുകളും എൻക്വയറി ചെയ്യുന്ന 99% ആളുകളും ഒരുപക്ഷെ നമ്മളുടെ കയ്യിൽ നിന്ന് വില്ലയോ ഫ്ലാറ്റോ ഒന്നും പർച്ചേസ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ അവർക്ക് നമ്മളെ അറിയാം, അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമെന്നും അവർക്കറിയാം, അവർക്കൊരു താല്പര്യമുണ്ട് എന്നുള്ളതും നമുക്കറിയാം. അവരെ അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ കൂടെ നിർത്തണം, നമ്മൾ എഫക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കിപ്പിക്കണം, അല്ലേ? ആലോചിച്ച് നോക്കിക്കോളൂ, 100 കമ്പനികളുണ്ടെങ്കിൽ 99 കമ്പനികളും ഈ സസ്റ്റെയിൻഡ് ആയിട്ടുള്ള എഫർട്ടൊന്നും ചെയ്യുന്നുണ്ടാവില്ല. അതൊരു സത്യമാണ്. അപ്പോൾ നമ്മൾ വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള എഫർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ, കസ്റ്റമർ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, അവരെ കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഫ്ലാറ്റിൻ്റെ അല്ലെങ്കിൽ വില്ലയുടെ ബെനിഫിറ്റ്സ് അവരിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ, ഒരു സംശയം വേണ്ട, കുറച്ച് കഴിയുമ്പോൾ എന്താവും, ഈ 100 പേരിൽ 5% പേരെങ്കിലും ഇതിനകത്ത് കുറച്ചൊരു ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങും. നമ്മുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫോളോവേഴ്സായിട്ട് മാറും. അവർ കൂടുതൽ ആളുകളിലേക്ക് നമ്മളെക്കുറിച്ച് കാര്യങ്ങൾ എത്തിക്കും. അവരുടെ ഫീഡ്ബാക്ക് നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവരുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഓൺലൈൻ കമ്മ്യൂണിറ്റി കൂടി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. കമ്മ്യൂണിറ്റി എങ്ങനെയാണ്? ചിലപ്പോൾ ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ രൂപത്തിലായിരിക്കാം, വാട്സപ്പ് ഗ്രൂപ്പുകളുടെ രൂപത്തിലായിരിക്കാം, നമ്മുടെ ഓൺ കമ്മ്യൂണിറ്റിയുടെ രൂപത്തിലായിരിക്കാം. ഇങ്ങനെയുള്ള ഒരു ഇൻറ്റഗ്രേറ്റഡ് കോണ്ടന്റ് മാർക്കറ്റിംഗ് പ്ലസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, 100% നമുക്ക് റിസൾട്ട് കിട്ടും. മാത്രമല്ല ചില സർവീസസ് ഒക്കെ ആണെങ്കിൽ വണ്ടർഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ ഫണലുകൾ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇത് പലപ്പോഴും നമ്മൾ ധരിക്കുന്നത് പോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഏജൻസിക്ക് ഏൽപ്പിച്ചിട്ട് അവരതൊക്കെ ചെയ്തോളും എന്ന് വിചാരിക്കുന്നതല്ല. മിക്ക ഏജൻസികളും, കേരളത്തിലുള്ള പല ഏജൻസികളും അവർ അവരുടേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് വേണ്ടി വളരെ വ്യക്തമായി സ്ട്രാറ്റജികൾ ഉണ്ടാക്കി ചെയ്യുക എന്ന് പറയുന്നത് പലപ്പോഴും അവർക്ക് തന്നെ അത് പ്രായോഗികമല്ല. അപ്പോൾ അതുകൊണ്ട് എന്താ വേണ്ടത്? നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേണമെങ്കിൽ നമ്മൾ തന്നെ ഒരു എഫർട്ട് എടുക്കണം, ഒരു പ്ലാൻ ഉണ്ടാക്കണം, ഇതൊക്കെയാണ് വേണ്ടതെന്ന് ഭംഗിയായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് വളരെ കസ്റ്റമൈസ്ഡ് ആയിട്ട് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. കാരണം ഇനിയുള്ള കാലത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മീഡിയ, ഒരു സംശയം വേണ്ട. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ലീഡ് കിട്ടുന്നതും സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റുന്നതും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ തന്നെയാണ്. പക്ഷേ പല ആളുകൾക്കും അതിൻ്റെ ആ ഒരു രീതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു നാക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഞങ്ങളുടെ ഈ ഒരു എക്സാമ്പിളിലൂടെ തീർച്ചയായിട്ടും വലിയ മാറ്റം ഒരു ചെറിയ കമ്പനിയാണ്, ആ ചെറിയ കമ്പനിക്ക് ഉണ്ടായി എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പം അതിനുശേഷം ഇപ്പം ഞങ്ങൾ അതിൻ്റെ ഒരു ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ള കൺസൾട്ടിങ്ങിലേക്ക് മൂവ് ചെയ്തു. അടുത്തൊരു ലെവലിലേക്ക് അവർ മൂവ് ചെയ്യണം. 1-2 പ്രൊജക്റ്റുകൾ അവർ പുതിയതായിട്ട് എടുത്തിരിക്കുക, കുറച്ചും കൂടി വലിയ രീതിയിലൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പോൾ അവർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമൈസേഷനും സ്ട്രക്ചറും കൂടുതൽ ആളുകളും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത ലെവൽ ഓഫ് കൺസൾട്ടിങ്ങിലേക്ക് ഞങ്ങൾ മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒക്കെ തുടക്കം വിടുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നാണ്, പ്രോപ്പർ ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസികളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് ആലോചിച്ചോളൂ. ഈ സ്റ്റെപ്പുകളിലൂടെ കടന്നു പോവുക, ഇത് ഭംഗിയായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇതൊക്കെ വെച്ചുകൊണ്ട് ഒരു ഗ്രാഫിക് ഡിസൈനർ, ഒരു കോണ്ടന്റ് സ്പെഷ്യലിസ്റ്റ്, അതുപോലെ തന്നെ ഒരു SEO സ്പെഷ്യലിസ്റ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന സോഷ്യൽ മീഡിയ സ്പെഷ്യലിസ്റ്റ്, ഇവരൊക്കെ വെച്ചുകൊണ്ട് ഒരു ഭംഗിയുള്ളൊരു ടീം ഉണ്ടാക്കുക. വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ട്സ് നിങ്ങളുടെ ഓർഗനൈസേഷനകത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഓൾ ദി ബെസ്റ്റ്. തീർച്ചയായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യം ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ കാര്യത്തിലുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് ഇൻ ദിസ് നമ്പർ.